മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രന്റെ കണ്ണുകളിൽ എരിയുന്ന പകയും നെഞ്ചിൽ തിളച്ചുമറിയുന്ന സങ്കടങ്ങളും ആ മുഖത്ത് വ്യക്തമായിരുന്നു. എനിക്കറിയണം മേനോനെ, സ്റ്റാൻലി ജോസഫ് ഇപ്പോൾ എവിടെയുണ്ട് എന്ന്. അവൻ ജീവിച്ചിരിപ്പുന്നുണ്ടോ എന്ന് എനിക്കറിയണം. ബാലചന്ദ്രന്റെ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. ഓരോ വാക്കിലും കൂർത്ത അമ്പുകൾ ഒളിഞ്ഞിരിപ്പുന്നുണ്ടായിരുന്നു. ഗംഗാധര മേനോനൊന്ന് പതറി. അയാളുടെ ചുണ്ടുകൾ വിറച്ചു. ബാലേന്ദ്ര, താൻ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ഇതൊക്കെ അറിഞ്ഞിട്ടിപ്പോ എന്ത് നേടാനാ തനിക്ക്? ബാലചന്ദ്രന്റെ ചുണ്ടിൽ പരിഹാസം നിറഞ്ഞ ഒരു ചിരി മിന്നി മറിഞ്ഞു. അയാൾ ഗംഗാധര മേനോന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, എന്തിനാണെന്നോ? ഈ ലോകത്തിൽ അയാൾ എവിടെയാണെന്നും എങ്ങനെയാണെന്നും അറിയാൻ അവകാശമുള്ള ഒരേ ഒരു വ്യക്തി ഞാനും പിന്നെ എൻ്റെ മോൾ അലീനയും. അയാൾ ഒരു നിമിഷം നേരം നിന്ന് നിർത്തി. തൊണ്ടയിലൊരു ഗദ്ഗതം കുഴഞ്ഞുവെങ്കിലും അയാൾ അത് വിഴുങ്ങി. ഇത് അറിയാൻ വേണ്ടിയല്ലേ മേനോനെ? എൻ്റെ മകളെ, അവളുടെ യഥാർത്ഥ അവകാശികളെ ഞാൻ ഏൽപ്പിക്കാൻ പോവാണ്. സ്വന്തം അമ്മക്ക് അവളെ വേണ്ടല്ലോ. പെറ്റമ്മക്കും ആ അമ്മയുടെ തറവാട്ടുകാർക്കും അവളെ വേണ്ട. ഒരു കാലത്ത് അവളെ നിങ്ങളെല്ലാവരും കൂടി ചവിട്ടി പുറത്താക്കിയതല്ലേ? ബാലേന്ദ്ര, നീ പറയുന്നത്? ഗംഗാധര മേനോൻ ഇടപെടാൻ ശ്രമിച്ചു. മിണ്ടരുത് നിങ്ങൾ, ബാലേന്ദ്ര ഗർജിച്ചു. ഇനി അവളുടെ അച്ഛൻ അവളെ നോക്കട്ടെ. എൻ്റെ കുട്ടി ഒരു അനാഥയല്ല. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവൾ അനാഥയായി ജീവിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. എനിക്ക് ആ സ്റ്റാൻലിയുടെ അഡ്രസ്സ് വേണം, ഇപ്പം തന്നെ കിട്ടണം. ഗംഗാധര മേനോൻ വിറക്കാൻ തുടങ്ങി. അയാളുടെ ശബ്ദം താഴ്ന്നു. ബാലേന്ദ്ര, നീ ദേഷ്യപ്പെടാതെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്ക്. അവളിപ്പോൾ ആ പഴയ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. പ്രായവും പക്വതയും എത്തിയ ഒരു പെൺകുട്ടിയല്ലേ അവള്. മാത്രവുമല്ല, അവൾക്കിനി മുന്നോട്ട് ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തോളാം. നീ ഇങ്ങനെ വാശി പിടിക്കരുത്. ഈ വാക്കുകൾ കേട്ടപ്പോൾ ബാലചന്ദ്രന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. സഹായമോ? നിങ്ങളുടെ ഔദാര്യവും സഹായവും കിട്ടാനായിട്ട് അവൾ എവിടെയോ കിടക്കുന്ന ഒരു തെരുവ് ഭിക്ഷക്കാരിയൊന്നുമല്ല. നിങ്ങളുടെ മുന്നിൽ വന്ന് കൈ നീട്ടി നിൽക്കാൻ അവൾക്ക് യാതൊരുവിധ ഗതികേടുമില്ല മേനോനെ. അവിടെ എൻ്റെ മറ്റു 3 മക്കൾ. ആ വീട്ടിൽ എന്ത് അവകാശമുണ്ടോ അതേ തുല്യ അവകാശം തന്നെ അലീനക്കും അവിടെയുണ്ട്. ഈ കൈതക്കൽ തറവാട്ടുകാർ അതവർക്ക് കൊടുക്കണം. പക്ഷേ നിങ്ങൾ അത് ചെയ്യില്ലല്ലോ. നിങ്ങളതിന് തയ്യാറല്ലല്ലോ. ബാലചന്ദ്രൻ ഗംഗാധര മേനോന്റെ കണ്ണുകളിലേക്ക് തെറപ്പിച്ചു നോക്കി. അവളെ എല്ലാവരിൽ നിന്നും ഒളിച്ചും പാത്തു നിർത്തി വല്ല 10 or 100 കൊടുത്ത് ഒഴിവാക്കാനല്ലേ നിങ്ങളുടെ ശ്രമം? അങ്ങനെ തലകുനിച്ച് ജീവിക്കേണ്ടവളല്ല എൻ്റെ മോള്. അവൾക്ക് അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്. സ്വന്തം അച്ഛനെയും അമ്മയാരെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് അവൾ തലയുയർത്തി തന്നെ ജീവിക്കും. അതിന് നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ അവൾ അവളുടെ തന്തക്കിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കട്ടെ, അവളുടെ അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കട്ടെ. അവളെ ജനിപ്പിച്ചത് അവളിൽ അവകാശമില്ല അയാൾക്ക്. എനിക്ക് ആ അഡ്രസ്സ് കിട്ടിയേ തീരൂ. നിങ്ങളുടെ പെങ്ങളെ കൊണ്ടു നടന്നവൻ്റെ ആ അഡ്രസ്സ് നീ തന്നില്ലെങ്കിൽ ഞാൻ നേരെ വൈജയന്തിയുടെ അടുത്തേക്ക് പോവും. വൈജയന്തിയോട് ചോദിച്ചാൽ എനിക്കത് കിട്ടുമല്ലോ, നിനക്കത് അറിയുമല്ലോ. വൈജയന്തിയുടെ പേര് കേട്ടപ്പോൾ ഗംഗാധര മേനോന്റെ നെഞ്ചൊന്ന് കാളി. വൈജയന്തിക്ക് എല്ലാം അറിയാം. അവളിലൂടെ കാര്യങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാൽ കൈതക്കൽ തറവാടിന്റെ മാനം കപ്പലേറും. മേനോൻ കൈപോകുന്നതുപോലെ തന്നെ പറഞ്ഞു, ബാലേന്ദ്ര, നീ ഈ ചെയ്യുന്നതൊക്കെ കടന്ന കൈയാണ്. എത്ര കുടുംബങ്ങളാണ് ഇതുകൊണ്ട് നശിച്ചു പോവാൻ പോകുന്നതെന്ന് നിനക്കറിയാമോ? കുടുംബങ്ങൾ നശിച്ചു പോകണമല്ലോ. ബാലേന്ദ്രൻ അട്ടഹസിച്ചു. എൻ്റെ കുടുംബം തകർന്നപ്പോൾ, എൻ്റെ ജീവിതം നശിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തൊരു സന്തോഷമായിരുന്നു. ആർക്കും അന്ന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ടിപ്പോൾ കുടുംബങ്ങൾ നശിക്കുമെന്ന് പറഞ്ഞാൽ ഞാനത് കേട്ട് നിൽക്കണോ? തകർന്നോട്ടെ മേനോനെ. ആരൊക്കെ തകർന്നാലും എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ അലീനയുടെ അവകാശങ്ങൾ ഞാൻ അവൾക്ക് നേടിക്കൊടുക്കും. അതിനുവേണ്ടി ഞാൻ മരണം വരെ പൊരുതും. അതിനിടയിൽ ആരൊക്കെ തടസ്സം നിന്നാലും അവരൊക്കെ ഞാൻ അങ്ങ് വെട്ടിമാറ്റും. മേനോൻ നിസ്സഹായനായി നിന്നു. എൻ്റെ പൊന്നു ബാലേന്ദ്ര, നീ ഒന്ന് അടങ്ങ്. ഞാൻ പറയുന്നത് കേൾക്ക്. അവൾക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ തരാമെന്നല്ലേ പറഞ്ഞത്? അവളുടെ വിദ്യാഭ്യാസം, കല്യാണം, മുന്നോട്ടുള്ള ജീവിതം ഇതെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കും. എന്ത് ഏറ്റെടുക്കുമെന്നാ നിങ്ങളീ പറയുന്നത്? ബാലചന്ദ്രൻ പുച്ഛത്തോട് ചോദിച്ചു. അവളുടെ പഠിപ്പും ജോലിയും കല്യാണമൊക്കെ നിങ്ങൾ കാശ് കൊടുത്ത് സെറ്റാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ നെഞ്ചുരുക്കി അമ്മയെന്ന് വിളിക്കാൻ ഒരു അമ്മയെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? അച്ഛ എന്ന് വിളിക്കാൻ അവൾക്കൊരു ജനിപ്പിച്ച തന്തയെ അവളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവന്ന് നിർത്താൻ പറ്റുമോ? ഇല്ലല്ലോ. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അവളുടെ സ്വന്തം തന്തയെ ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കും. അവനെ ഞാൻ അവളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. ഇതിൽ യാതൊരുവിധ മാറ്റവുമില്ല. ബാലചന്ദ്രൻ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. ഞാൻ ഇത്രയും ദൂരം താണ്ടി കുന്നും മലയും കയറി ഇവിടെ വന്നത് നിങ്ങളുടെ ഈ ഒരു ന്യായീകരണം കേൾക്കാനല്ല. എനിക്കറിയണം ആരാണ് ഈ സ്റ്റാൻലി എന്ന്, അവൻ എവിടെയുണ്ടെന്ന്. അതോ മാനക്കേട് ഭയന്ന് നിങ്ങൾ അവനെ കൊന്നു കളഞ്ഞോ? ഗംഗാധര മേനോന് മനസ്സിലായി ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന്. ബാലേന്ദ്രനെ തടയാൻ കഴിയില്ല. വൈജയന്തിയുടെ അടുത്തേക്ക് അയാൾ പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ കൂടുതൽ വഷളാവുമെന്ന് മേനോൻ നെടുവീർപ്പോടുകൂടെ താഴേക്ക് നോക്കി നിന്നു. പുനലൂരിലാണ് അവൻ താമസിച്ചിരുന്നത്. ഗംഗാധര മേനോൻ മെല്ലെ പറഞ്ഞു തുടങ്ങി. അയാളുടെ വാക്കുകളിൽ ഒരു പരാജയത്തിന്റെ ഭാരമുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. പുനലൂരിലെ കൊട്ടാരം മറ്റത്തിൽ ഔദക്കുട്ടിയുടെ മകനാണ് സ്റ്റാൻലി ജോസഫ്.
ബാലചന്ദ്രന്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. ഇരുളിൽ ഒരു വെളിച്ചം കണ്ടതുപോലെ കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടിയുടെ മകൻ സ്റ്റാൻലി ജോസഫ്, പുനലൂർ. ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയല്ലോ. എനിക്കത് മതി മേനോനെ. കൂടുതലൊന്നും എനിക്കറിയണ്ട. ഇനി ഞാൻ അവനെ കണ്ടുപിടിച്ചോളാം. അവൻ എവിടെയുണ്ടോ അവിടെ ഞാൻ അലീനയെ എത്തിക്കും. അവൾക്ക് അവകാശമുള്ള സ്ഥാനത്തേക്ക് ഞാൻ അവൾ കൊണ്ടു ചെന്നിരിക്കും. ഇനി ആരെയും ഞാൻ ശല്യം ചെയ്യില്ല. ബാലചന്ദ്രൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. വാതിൽക്കലെത്തിയപ്പോൾ അയാൾ പെട്ടെന്ന് നിന്നു, തിരിഞ്ഞു നോക്കി. പിന്നെ ഗംഗേട്ടാ, ഇത് പുറത്തു പറഞ്ഞതിന് നിനക്ക് ഇത് പറഞ്ഞു തന്നതിന് ഇത് പുറത്തു പറയരുത്. ഇത് നിങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദിയുണ്ട്. പക്ഷേ നിങ്ങളുടെ പെങ്ങളെ ഞാൻ വെറുതെ വിടുമെന്നൊന്നും നിങ്ങൾ കരുതണ്ട. അവൾക്കുള്ള പാലും വെള്ളമൊക്കെ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അത് അവൾക്ക് കൊടുത്തതിന് ശേഷമേ ഞാൻ പരലോകത്തേക്ക് പോവുള്ളൂ. അതെന്റെ തീരുമാനമാണ്. അത്രയും പറഞ്ഞ് ബാലചന്ദ്രൻ നേരെ പുറത്തേക്ക് നടന്നു. ഗംഗാധര മേനോൻ ഒരു കൽപ്രദീപ പോലെ തന്നെ അവിടെ നിന്നുപോയി. അയാൾക്കൊപ്പമുള്ള ഗോവിന്ദൻ എല്ലാം കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ഗോവിന്ദനെ മേനോൻ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചുവെങ്കിലും അയാൾ നിരസിച്ചു. എനിക്ക് വരാൻ പറ്റില്ല മേനോനെ. നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നാൽ ഉണ്ണാനോ നിങ്ങളെ തൃപ്തിപ്പെടുത്താനോ അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, ഗോവർദ്ധനൻ തീർത്തും പറഞ്ഞു. മേനോൻ അപ്പോഴേക്കും കെഞ്ചി. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തോളാം. വീടോ പണമോ എന്ത് വേണമെങ്കിലും അവൾക്ക് കൊടുക്കാം. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഗംഗേത. അത്രയും പറഞ്ഞ് ബാലചന്ദ്രനും ഗോവർദ്ധനും ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇതേ സമയം ദൂരെ അനന്തമായ സാഗരം ഇരുമ്പുകയാണ്. നീലാകാശത്ത് കീഴിൽ വലിയ മണൽ തീരങ്ങൾ ഇങ്ങനെ കാലിൽ പതിച്ചൊക്കെ അലീനയും രോഹിതും കൃഷ്ണമോളും രേവതിക്കുട്ടിയും നടന്നു. കടൽ തീരത്തെ ഇളം കാറ്റ് അലീനയുടെ മൊഴിയുടെ ഇങ്ങനെ തടയോടിക്കൊണ്ടിരുന്നു. അവരുടെ മുഖത്ത് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ടായിരുന്നു. പാലായിലെ മലയോരങ്ങളിൽ മാത്രം വളർന്ന് അവർക്ക് കടൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു അത്ഭുതമായിരുന്നു. വിശാലമായ കടൽ കണ്ടപ്പോൾ അവരുടെ മനസ്സിലെ എല്ലാ സങ്കടങ്ങളും അലിഞ്ഞങ്ങ് ഇല്ലാതാവുന്നത് പോലെ തോന്നി. പെട്ടെന്നിന് ഒരു വലിയ തിരമാല ആർത്തുലിച്ചു വന്നു. രേവതിയും കൃഷ്ണമോളും ആവേശത്തോടു കൂടെ തിരമാലയിലേക്ക് ഓടിയെടുത്തു. അവരുടെ ചിരിയുടെ ശബ്ദം കടലിന്റെ ഇരുമ്പലിനേക്കാൾ ഉച്ചമായിരുന്നു. അയ്യോ, അത്രയും ദൂരത്തേക്കൊന്നും പോവല്ലേ, ഇങ്ങോട്ടേക്ക് കയറി നിൽക്ക്, അലീന പേടിയോടുകൂടെ വിളിച്ചു പറഞ്ഞു. അവൾക്ക് കടലിനെ കാണുമ്പോൾ വല്ലാത്തൊരു ഭയമായിരുന്നു. ആഴങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുമോ എന്നൊരു പേടി. ഒന്ന് പോ അലീന ചേച്ചി, ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഇതിൻ്റെയൊക്കെ രസമൊന്ന് നോക്കിക്കേ, കൃഷ്ണമോളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തിരമാലകൾ അവളുടെ കാലിനെ നനച്ചുകൊണ്ട് കടന്നുപോയി. അലീന നേതൃത്വം വഹിച്ച് എല്ലാവരെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർ കളിക്കട്ടെ അലീന, നീ വെറുതെ പേടിക്കണ്ട. അവർ കളിക്കട്ടെ അലീന ചേച്ചി, ചേച്ചി വെറുതെ പേടിക്കൊന്നും വേണ്ട, രോഹിത് പറഞ്ഞു. അലീനയുടെ മുഖത്ത് ചെറിയൊരു ചിരി പിളർന്നു. അല്ല രോഹിത്തെ, എനിക്കിവരെ കാണുമ്പോൾ പേടിയാവുന്നു. പാലായിലെ തോട്ടിലും ഒരു തോട്ടിലും കുളത്തിലൊക്കെ ഇറങ്ങിപ്പോകുന്നത് പോലെയല്ലോ കടലിലേക്ക്. കുറച്ചു നേരം ബീച്ചിൽ ചെലവഴിച്ചതിനു ശേഷം അവർ ഷോപ്പിങ്ങിനായി പോയി. നഗരത്തിലേക്ക് ഇറങ്ങി. രേവതിയായിരുന്നു അവരുടെ ഗൈഡ്. അവർക്ക് നഗരത്തിലെ മുക്കും മൂലയും എല്ലാം തന്നെ അറിയാമായിരുന്നു. വസ്ത്രങ്ങളും ചെറിയ ആഭരണങ്ങളൊക്കെ അവർ വാങ്ങിക്കൂട്ടി. എല്ലാത്തിനും കാശ് കൊടുത്തതൊക്കെ രേവതിക്കുട്ടി തന്നെയായിരുന്നു. ഒരു സെക്കൻഡ് ഷോ സിനിമയും കഴിഞ്ഞ് അവർ റൂമിലേക്ക് മടങ്ങുമ്പോൾ രാത്രി വൈകിയിരുന്നു. അവർ തിരികെ എത്തുമ്പോൾ അവിടെ ഗ്രേസ്യാമ്മയും മാമച്ചനും ഉണ്ടായിരുന്നു. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമെല്ലാം തന്നെ അവർ തയ്യാറാക്കി വെച്ചിരുന്നു. മുറിയിലാകെ നല്ല ഭക്ഷണത്തിന്റെ കൊതിയൂറുന്ന മണം നിറഞ്ഞു നിന്നു. ഹാ, നിങ്ങളെത്തിയോ? ഞങ്ങൾ കരുതി നിങ്ങൾ ഇന്ന് വരില്ല എന്ന് ഗ്രേസ്യാമ്മ ചിരിച്ചോണ്ട് പറഞ്ഞു. രേവതിക്കുട്ടി ഉടനെ തന്റെ വീരശൂര പരാക്രമങ്ങളൊക്കെ വിവരിക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നു ഗ്രേസ്യാൻറ്റി, ഇവരെ കൊണ്ടുപോയിട്ട് ഞാൻ പെട്ട പാട്. അവിടെ കടലിൽ കണ്ട് വലിയ ആനയാണോ ചേനയാണോ എന്നൊന്നും ഇവർക്കറിയില്ല. എല്ലാം എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അലീന ഉടനെ ഇടപെട്ടു. ഹലോ ആൻറ്റി, ഇവൾ വെറുതെ പുളു അടിക്കുക. ഇവൾ പറയുന്നത് മുഴുവനൊന്നും വിശ്വസിക്കരുത്. മാമച്ചായൻ ചിരിച്ചോണ്ട് പറഞ്ഞു. അവൾ പുളു അടിക്കുന്നതാണെന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും നിങ്ങൾ അതൊന്നും തന്നെ കാണാത്തവരാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പോയി ഫ്രഷായിട്ട് വാ പിള്ളേരെ, നമുക്ക് കഴിക്കാനെടുക്കാമെന്ന് ഗ്രേസി ആൻറ്റി പറഞ്ഞു. ആൻറ്റി, നിങ്ങളാണോ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് കൃഷ്ണമോൾ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയത്. ഞങ്ങൾക്കിതൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഗ്രേസി ആൻറ്റി സ്നേഹത്തോടെ ചോദിച്ചു. രേവതിക്കുട്ടി കുസൃതിയോട് പറഞ്ഞു. വായ്ക്ക് രുചിയായിട്ട് വല്ലതുമുണ്ടോ? അതോ മാമച്ചാനെയും കൂട്ടി നിർത്തി ഉണ്ടാക്കിയത് കൊണ്ട് എന്നോടുള്ള വാശിക്കും ദേഷ്യത്തിനും മുളകുപൊടിയും ഉപ്പൊക്കെ വാരിയിട്ടോ? ഞാൻ നേരെ ചൊവ്വെ ആഹാരം തരാത്തത് കൊണ്ട് അതിനുള്ള പണി ഇവിടെ തരുമോ എന്നാണ് എൻ്റെ പേടി. രേവതിക്കുട്ടിയുടെ വാക്ക് കേട്ട് അലീന അവളെ ഒന്ന് പിച്ചിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് മിണ്ടാതിരിക്കടി. ഇവളുടെ ലൈസൻസ് ഇല്ലാത്ത നാക്കുകൊണ്ട് ഓരോന്ന് പറയാൻ തുടങ്ങിക്കോളും. പെണ്ണുങ്ങൾക്ക് ഇത്രയും സംസാരമൊന്നും പാടില്ല കേട്ടോ രേവതിക്കുട്ടി. എല്ലാവരും ഒരുമിച്ച് ചിരിച്ചു. ആ മുറിയാകെ സന്തോഷത്തിന്റെ അലയൊളികൾ നിറഞ്ഞു നിന്നു. എന്നാൽ സന്തോഷത്തിനിടയിലും ഗ്രേസിയാൻ്റെ ഒരു കാര്യം ചോദിച്ചു. അല്ല മക്കളെ, നിങ്ങൾ അച്ഛനെ വിളിച്ചിരുന്നോ? ബാലചന്ദ്രൻ എവിടെയാണെന്ന് വല്ല അറിയുമുണ്ടോ? ആ ചോദ്യം കേട്ടപ്പോഴാണ് അവർക്കെല്ലാവർക്കും ആ ഒരു കാര്യം ഓർമ്മ വന്നത്. അലീന രോഹിതിനെയും പരസ്പരം ഇങ്ങനെ നോക്കി. കൃഷ്ണമോള് മുഖത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, അച്ഛനെ വിളിക്കാൻ മറന്നുപോയല്ലോ. മാമച്ചായൻ അവരെ കളിയാക്കി. ബെസ്റ്റ് മക്കൾ,
നാടും നഗരവും കടലുമൊക്കെ കണ്ടപ്പോൾ സ്വന്തം അച്ഛനെ വിളിക്കാൻ പോലും മറന്നുപോയി എന്നാണോ നിങ്ങളീ പറയുന്നത്? രോഹിത് പരുങ്ങിക്കൊണ്ട് പറഞ്ഞു. അത് അച്ഛൻ തിരക്കിലായിരിക്കുമെന്ന് കരുതിയിട്ടാ വിളിക്കാതിരുന്നത്. പിന്നെ ഉരുണ്ട് കളിക്കാതെ സത്യം പറയടാ, മാമച്ചായൻ ചിരിച്ചു. അലീന ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ ഇടയ്ക്കൊന്ന് വിളിച്ചു നോക്കിയിരുന്നു മാമച്ചായ, പക്ഷേ അച്ഛൻ ഫോൺ എടുത്തില്ല. ചേച്ചി എപ്പോഴാ വിളിച്ചത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് കൃഷ്ണമോള് ചോദിച്ചു. ഞാൻ വിളിച്ചടി മോളെ, അച്ഛൻ ചിലപ്പോൾ വല്ല യാത്രയിലോ തിരക്കിലോ ആയിരിക്കും, ഫ്രീ ആകുമ്പോൾ തിരിച്ചു വിളിക്കും, അലീന സമാധാനിപ്പിച്ചു. എന്നാൽ അവളുടെ ഉള്ളിൽ എവിടെയോ ഒരു കൊച്ചുഭയം ഉടലെടുക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ എവിടെയായിരിക്കും? രാത്രിയുടെ നിശബ്ദതയിൽ ഒരു ചെറിയ ലോഡ്ജ് മുറിയിൽ ബാലചന്ദ്രനും ഗോവർദ്ധനും ഇരിക്കുന്നുണ്ടായിരുന്നു. മേശപ്പുറത്ത് മദ്യക്കുപ്പികളും ഗ്ലാസുമൊക്കെയുണ്ട്. ബാലചന്ദ്രൻ കുറച്ച് മദ്യപിരിച്ചിരുന്നു. അയാളുടെ കണ്ണുകളിൽ ഇപ്പോഴും പകയുടെ കനൽ എരിയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കാലത്തിന്റെ ഭാരം അയാളുടെ ചുമലുകളിൽ അമർന്നിരുന്നു. അന്നേരം ഗംഗാധരമേനോൻ എന്താ പറഞ്ഞത്? ഗോവർദ്ധനൻ ഗ്ലാസ്സിലെ മദ്യം ഒറ്റ വലിക്കങ്ങ് കുടിച്ചു കൊണ്ട് ചോദിച്ചു. ബാലേന്ദ്രൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. നമുക്കിനി അടുത്തായി പോകേണ്ടത് പുനലൂരിലേക്കാണ് ഗോവർദ്ധന. പുനലൂരോ? കൊല്ലം ജില്ലയിലെ പുനലൂരോ? ഗോവർദ്ധനൻ അമ്പരപ്പോട് ചോദിച്ചു. അതെ, പുനലൂരിനടുത്ത് കുളത്തുപുഴ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കൊട്ടാരമറ്റത്തെ വീട്ടിൽ ഔതക്കുട്ടിയുടെ മകൻ സ്റ്റാൻലി ജോസഫ്. അവിടെയാണ് നമ്മൾ അടുത്ത ലക്ഷ്യം. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അടുത്ത ഭാഗം അവിടെയാണ് ഇരിക്കുന്നത് എന്ന്. ആ ഭൂതത്തിനെ നമുക്ക് കുടത്തിൽ നിന്നും ഇറക്കണം. ഗോവർദ്ധനൊന്നും മനസ്സിലായില്ല. ബാലേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ആദ്യം പറഞ്ഞു നെടുമ്പരക്കൽ വീട്ടിലേക്ക് ഭൂതമാണെന്ന്, ഇപ്പൊ പറയുന്നു കുളത്തുപുഴയിലെ വേറൊരു ഭൂതമാണെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ബാലേട്ടാ. ബാലചന്ദ്രൻ ഗോവർദ്ധനെ തോളിൽ തട്ടി. മനസ്സിലാവും, പതിയെ നിനക്കെല്ലാം മനസ്സിലാവും. സമയം വരുമ്പോൾ ഞാൻ നിനക്കെല്ലാം വിശദീകരിച്ചു തരാമെന്ന് പറഞ്ഞു. അയാൾ മദ്യത്തിന്റെ ലഹരിയിൽ ഓരോ കാര്യങ്ങൾ ഗോവർദ്ധനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പഴയ കാലത്തെ മുറിവുകൾ, വഞ്ചനകൾ, അലീനയോടുള്ള തന്റെ സ്നേഹം എല്ലാം ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. ഗോവർദ്ധനന് അതിന് പകുതിയും മനസ്സിലായില്ലെങ്കിലും അയാൾ മൂളിക്കേട്ടു. അവരുടെ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ ബാലചന്ദ്രന്റെ നിഴൽ ഒരു വലിയ പർവ്വതം പോലെ ചുമരിൽ ഇങ്ങനെ പതിഞ്ഞിരുന്നു. പിറ്റേന്ന് നേരം വെളുത്തു. രാവിലെ തന്നെ അവർ കുളത്തുപുഴയിലേക്ക് പോയി. വാഹനത്തിൽ കയറുമ്പോൾ ഗോവർദ്ധനൻ ചോദിച്ചു. ബാലേട്ടാ, നമ്മൾ കുളത്തുപുഴയിലേക്ക് തന്നെയാണ് പോകുന്നതല്ലേ? അതെ, കുളത്തുപുഴക്ക് തന്നെ വണ്ടിയെടുക്ക്, ബാലേന്ദ്രൻ പറഞ്ഞു. കാറ് മുന്നോട്ട് കുതിക്കുമ്പോൾ ബാലചന്ദ്രൻ ഫോണിൽ ശബ്ദിച്ചു. സ്ക്രീനിൽ അലീന മോളിന് തെളിഞ്ഞു വന്നു. അയാൾ വണ്ടി ഒതുക്കി നിർത്താൻ ഗോവർദ്ധനോട് ആംഗ്യം കാണിച്ചു. എന്നിട്ട് ഫോൺ എടുത്തു. ഹലോ മോളെ. അച്ഛാ, എന്തെടുക്കുക? എല്ലാവർക്കും സുഖാണോ? അലീനയുടെ ശബ്ദം കേട്ടപ്പോൾ ബാലചന്ദ്രന്റെ മനസ്സൊന്ന് പിടഞ്ഞു. എല്ലാവർക്കും സുഖാ മോളെ. നീ എന്താ ഈ നേരത്ത്? അച്ഛൻ എന്നാ ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്നത്? ഞങ്ങൾ മിക്കവാറും നാളെ വൈകുന്നേരം ഇവിടെ നിന്ന് പാലാക്ക് കയറാനാണ് പ്ലാന്. അച്ഛൻ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നു. ബാലചന്ദ്രൻ കുറച്ചു നേരം മൗനം പാലിച്ചു. പിന്നെ പതുക്കെ പറഞ്ഞു. വൈകുന്നേരം എന്തിനാ മോളെ ഇറങ്ങുന്നത്? രാത്രി യാത്ര ഒഴിവാക്കുന്നതല്ലേ നല്ലത്. മറ്റന്നാൾ രാവിലെ കയറിയാ പോരെ? രോഹിത് അല്ലേ വണ്ടി ഓടിക്കുന്നത്, അവന് ബുദ്ധിമുട്ടാവില്ലേ? അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം അച്ഛാ. അച്ഛൻ എന്നാ വരുന്നത് എന്ന് പറ. ബാലചന്ദ്രൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. ഞാനിപ്പോൾ ഒരു യാത്രയില്ലാ മോളെ. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഒക്കെ ഞാൻ വരാൻ കഴിഞ്ഞില്ല എന്ന് വരും. ഒരു ഡേറ്റ് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എൻ്റെ യാത്ര എന്ന് തീരുമെന്ന് എനിക്ക് പോലും അറിയില്ല. നിങ്ങൾ നെടുമ്പരക്കിലേക്ക് പോയിക്കോ, ഞാൻ ഉടനെ എത്തും. അലീനയ്ക്ക് ആ വാക്ക് കേട്ടപ്പോൾ വല്ലാത്തൊരു സംശയം തോന്നി. അച്ഛൻ എങ്ങോട്ടേക്കായി പോകുന്നത്? എനിക്ക് സത്യം അറിയണം. ബാലചന്ദ്രൻ കണ്ണിറുക്കി അടച്ചു. അവളുടെ ആ ഒരു ചോദ്യത്തിന് ഒളിച്ചോടാൻ അയാൾക്ക് കഴിയില്ലായിരുന്നു. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാളെ തിരക്കിയിട്ടുള്ള യാത്രയിലാണ് അലീന. നീ വിചാരിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ. നിനക്ക് വേണ്ടി തന്നെയാണ് ഈ അച്ഛൻ്റെ യാത്ര. അങ്ങനെ മാത്രം നീ ഇപ്പം കരുതിയാൽ മതി. അത് കേട്ടപ്പോൾ അലീനയുടെ ചങ്കൊന്ന് പിടഞ്ഞു. എനിക്ക് വേണ്ടിയിട്ടുള്ള യാത്രയോ? എന്തൊക്കെയാ അച്ഛ ഈ പറയുന്നത്? എനിക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ട യാതൊരുവിധ കാര്യവും അച്ഛനില്ല. എനിക്കെല്ലാം കിട്ടിയില്ലേ, ഇനി എന്തിനാ അച്ഛനെ അലയുന്നത്? നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ഇനി ആർക്ക് വേണ്ടിയാ മോളെ കഷ്ടപ്പെടേണ്ടത്? ബാലേന്ദ്രൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് മാത്രമല്ല അലീന, ഇതൊരു ഭർത്താവിൻ്റെ വേദനയാണ്, നഷ്ടപ്പെട്ടവൻ്റെ വേദന. ഞാൻ പോകുന്നത് പുനലൂരിലേക്കാണ്. എനിക്കൊരാളെ കാണണം. പുനലൂരിലേക്കോ? ആരെ കാണാനാ? അലീനയുടെ ഹൃദയമിടിപ്പ് കൂടി. അവൾക്ക് ചുറ്റുമുള്ള ലോകം നിശ്ചലമായതുപോലെ തോന്നി. സ്റ്റാൻലി, ഔതക്കുട്ടിയുടെ മകൻ സ്റ്റാൻലി. അവനെ എനിക്കൊന്ന് കാണണം. ആ പേര് കേട്ടപ്പോൾ അലീനയുടെ തലച്ചോറിലൂടെ ഒരു മിന്നലങ്ങ് കടന്നുപോയി. സ്റ്റാൻലി, തൻ്റെ യഥാർത്ഥ അച്ഛൻ. അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. ബാലചന്ദ്രൻ ഫോൺ കട്ട് ചെയ്തിട്ടും അവൾ ആ ഫോണും പിടിച്ചിങ്ങനെ തറയിലങ്ങ് നിന്നുപോയി. അവളുടെ ചുറ്റും കൂട്ടുകാർ സംസാരിക്കുന്നതിനെ അവൾ കേൾക്കുന്നില്ലായിരുന്നു. അവളുടെ മനസ്സ് മുഴുവൻ പുനലൂരിലെ ആ ഒരു വഴിയിലായിരുന്നു. പുനലൂരിലേക്കുള്ള ആ ഒരു കാറ് വീണ്ടും മുന്നോട്ട് കുതിച്ചു. ഓരോ തിരിയും ഓരോ കാറ്റത്തും ബാലചന്ദ്രന്റെ മനസ്സിലെ പക കൂടുതൽ കടുത്താർജിച്ചുകൊണ്ടിരുന്നു.
ഇനി എന്ത് സംഭവിക്കുമെന്ന് കാലത്തിന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. മഴ തോരും മുൻപേയിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയായിരിക്കും. സ്റ്റാൻലി വന്നതിന് ശേഷമായിരിക്കട്ടോ ഇനി മഴ തോരും മുമ്പേ സീരിയൽ നല്ല ത്രില്ലിംഗ് ആയിട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.